വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ PYQ ആൻഡ് മോഡൽ ക്വസ്റ്റ്യൻസ് ബയോഫിസിക്സിൽ വരുന്ന മൈക്രോസ്കോപ്പി ആൻഡ് അല്ലെങ്കിൽ സ്പെക്ട്രോസ്കോപ്പി ഈ രണ്ട് ടോപ്പിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ഞാൻ എടുത്ത ടോപ്പിക്സും എടുക്കാൻ പോകുന്ന ടോപ്പിക്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ്. ഒന്നാമത്തേത് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി എൻഹാൻസസ് കോൺട്രാസ്റ്റ് ബൈ കൺവേർട്ടിംഗ്. ഫേസ് കോൺട്രാസ്റ്റ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി എങ്ങനെയാണ് കോൺട്രാസ്റ്റ് എൻഹാൻസ് ചെയ്യിക്കുന്നത്, അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ്: ഫേസ് ഡിഫറൻസ് ആംപ്ലിറ്റ്യൂഡ് ഡിഫറൻസ് ആക്കിയിട്ട് മാറ്റുന്നു, ആംപ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസി ചേഞ്ചസ് ആക്കിയിട്ട് മാറ്റുന്നു, ലൈറ്റിനെ ഇലക്ട്രോൺ ആക്കി മാറ്റുന്നു, എക്സ്റേനെ വിസിബിൾ ലൈറ്റ് ആക്കി മാറ്റുന്നു. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് സിയും ഡിയും അങ്ങ് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ ഫേസ് ഡിഫറൻസിനെ ആംപ്ലിറ്റ്യൂഡ് ഡിഫറൻസ് ആക്കി മാറ്റുന്നു, ആംപ്ലിറ്റ്യൂഡിനെ ഫ്രീക്വൻസി ആക്കി മാറ്റുന്നു. അപ്പം കോൺട്രാസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് കോൺട്രാസ്റ്റിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? ഫേസ് ഡിഫറൻസിനെ ആംപ്ലിറ്റ്യൂഡ് ഡിഫറൻസ് ആക്കി മാറ്റലാണ്. ഓക്കെ, അപ്പൊ അതാണ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിയുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഇതാണ് രണ്ടാമത്തത്. ഇതിൽ തന്നെ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിയിൽ തന്നെയുള്ള ഒരു അപ്പാരറ്റസ് അല്ലെങ്കിൽ ഒരു കമ്പോണന്റ് ആണ് ഫേസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഫേസ് പ്ലേറ്റിൽ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിയിൽ ഈ ഒരു ഫേസ് പ്ലേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി, എന്താണ് ഫേസ് പ്ലേറ്റ് ചെയ്യുന്നത് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. മാഗ്നിഫിക്കേഷൻ കൂട്ടാൻ, ഇൻഡ്യൂസിങ് ഫേസ് ഷിഫ്റ്റ് ബിറ്റ്വീൻ ഡയറക്റ്റ് ആൻഡ് ഡിഫ്രാക്റ്റഡ് ലൈറ്റ്, പ്രൊഡ്യൂസിങ് ഇലക്ട്രോൺസ്, ഇൻക്രീസിങ് ടെമ്പറേച്ചർ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ആ ഒരു പേരിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ബി ആണല്ലേ ആൻസർ. അപ്പൊ എന്തായാലും ഇലക്ട്രോൺസ് അല്ല, ഫേസ് കോൺട്രാസ്റ്റ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ല. അവിടെ വിസിബിൾ ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അവിടെ ഫേസ് ചേഞ്ച് ഉണ്ടാവുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ആ ഒരു ഫേസ് ചേഞ്ച് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ് അബ്സോർബ് ചെയ്തിട്ടുള്ള ലൈറ്റിനും ഡിഫ്രാക്ട് ചെയ്തിട്ടുള്ള ലൈറ്റിലും എന്താ ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഫേസ് പ്ലേറ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് രണ്ട് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ദ വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ ഈസ് റെഡ്യൂസ്ഡ് ബൈ. ഇലക്ട്രോണിന്റെ വേവ് ലെങ്ത് റെഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ടെമ്പറേച്ചർ കൂട്ടുന്നു, ഇൻക്രീസിങ് ആക്സിലറേറ്റിംഗ് വോൾട്ടേജ്, ഡിക്രീസിങ് പ്രഷർ, യൂസിങ് ഡൈ. അല്ലെ, ടെമ്പറേച്ചർ കൂട്ടിയാൽ ഒരിക്കലും ഇലക്ട്രോണിന്റെ വേവ് ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ പ്രഷറുമായിട്ടല്ല റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അവിടെ വോൾട്ടേജ് ആണ്. അല്ലെ, ആക്സിലറേറ്റിംഗ് വോൾട്ടേജുമായിട്ടാണ് മൈക്രോസ്കോപ്പി റിലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. സോ നെക്സ്റ്റ്, ഈ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി രണ്ട് ടൈപ്പ് ഉണ്ടല്ലോ, സെം ഉണ്ട്, ടെം ഉണ്ട്. അപ്പൊ അതില് ടെം ആ ഒരു ടെം മൈക്രോസ്കോപ്പിന്റെ മെയിൻ ലിമിറ്റേഷൻ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ടെമ്മിന്റെ ഫുൾ ഫോം എന്തായിരുന്നു? ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണ്. സെം സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണ്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ടെമ്മിന്റെ മെയിൻ ആയിട്ടുള്ള ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, ടെം എടുക്കണമെങ്കിൽ അൾട്രാ തിൻ ആയിട്ടുള്ള സ്പെസിമെൻ ആവശ്യമാണ്. ഡയമണ്ട് നൈഫ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള അൾട്രാ തിൻ ആയിട്ടുള്ള സെക്ഷൻ കൊണ്ട് മാത്രമേ ടെം സെക്ഷൻ നല്ല രീതിയിൽ കിട്ടുള്ളൂ. സോ അത് അതിന്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് കൂട്ടാം. ഓക്കെ, അപ്പൊ അടുത്തത് സെം സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇൻ സെം ദ സിഗ്നൽ മെയിൻലി യൂസ്ഡ് ഫോർ ഇമേജ് ഫോർമേഷൻ. ഇമേജ് ഫോർമേഷൻ യൂസ് ചെയ്യുന്ന ഒരു സിഗ്നൽ ഏതാണ്? ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ, സെക്കൻഡറി ഇലക്ട്രോൺ, UV റേഡിയേഷൻ, ഇൻഫ്രാറെഡ് റേഡിയേഷൻ. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു സെക്കൻഡറി ഇലക്ട്രോൺസ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ആ ഒരു സെക്കൻഡറി ഇലക്ട്രോണിനെ ഡിറ്റക്ട് ചെയ്യാൻ ഒരു സെക്കൻഡറി ഡിറ്റക്ടറും ഉണ്ട് എന്ന് സെം ക്ലാസ് എടുക്കുമ്പോൾ ആ ഒരു ഡയഗ്രാം ബേസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, റെസല്യൂഷൻ ഓഫ് എ മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പിന്റെ പ്രിൻസിപ്പിളിൽ വരുന്നതാണ് റെസല്യൂഷൻ. ഒരു റെസല്യൂഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് ആണോ, ന്യൂമറിക്കൽ അപ്പേർച്ചർ ആണോ, ഒബ്ജക്റ്റ് സൈസ് ആണോ, ടെമ്പറേച്ചർ ആണോ. നമ്മൾ മൈക്രോസ്കോപ്പ് പറയുമ്പോൾ ടെമ്പറേച്ചറിന്റെ ആ ഒരു കാര്യമേ നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലെ. നമ്മൾ ഏത് മാത്രം പറഞ്ഞ ആ ഒരു ഇക്വേഷനിൽ D is equal to 0.61 lambda divided by NA ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ റെസല്യൂഷൻ എന്ന് പറയുന്നത് ന്യൂമറിക്കൽ അപ്പേർച്ചറുമായിട്ടാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത്. ന്യൂമറിക്കൽ അപ്പേർച്ചർ കൂടുമ്പോൾ റെസല്യൂഷനും കൂടുന്നു. ഓക്കെ, അപ്പം അതാണ് ആ ഒരു ഞാൻ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് ഇതേ പോയിന്റ് ബേസ് ആയിട്ട് തന്നെ ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ,
സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബിയർ ലാംബർട്ട് ലോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു ലോ എന്ന് പറയുന്നത് ആക്ച്വലി അൺനോൺ ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്ന കേസിൽ ബയോളജിയിലും കെമിസ്ട്രിയിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ഒരു ആൻസറും തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ബിയർ ലാംബർട്ട് ലോ റിലേറ്റ്സ് അബ്സോർബൻസിനെ ഏതുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, കോൺസെൻട്രേഷൻ ആൻഡ് പാത്ത് ലെങ്ത്, വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി, മാസ് ആൻഡ് വോളിയം. നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാമെങ്കിൽ നിങ്ങൾ ആൻസർ പറയും ബി ആണ് ആൻസർ. കാരണം ഇവയുടെ ഇക്വേഷൻ അബ്സോർബൻസി ഈസ് ഈക്വൽ ടു എപ്സിലോൺ സി എൽ എന്നുള്ളതാണ്. അപ്പൊ അതിൽ എ ആണ് അബ്സോർബൻസ്, എപ്സിലോൺ എന്ന് പറയുന്നത് മോളാർ അബ്സോർബിറ്റിവിറ്റി ആണ്, സി എന്ന് പറയുന്നതാണ് കോൺസെൻട്രേഷൻ. ഓക്കെ, സി എന്ന് പറയുന്നത് അനലൈറ്റിന്റെ ഒരു സൊല്യൂഷനിലുള്ള അനലൈറ്റിന്റെ കോൺസെൻട്രേഷൻ ആണ് സി എന്ന് പറയുന്നത്. എൽ എന്ന് പറയുന്നത് ലൈറ്റ് ആ ഒരു സൊല്യൂഷനിലൂടെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനെയാണ് എൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ബയോഫിസിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേം ആണ് ബിയർ ലാംബർട്ട് ലോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ക്ലാസ് ആയിട്ട് തന്നെ ഞാൻ എടുത്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം എപ്സിലോൺ സി എൽ എന്ന് പറയുമ്പോൾ ഇവിടെ കോൺസെൻട്രേഷനും പാത്ത് ലെങ്ത്തും ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇക്വേഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാം. ദെൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡീവിയേഷൻ ഫ്രം ബിയർ ലാംബർട്ട് ലോ ഒക്കേഴ്സ് ഡ്യൂ ടു. ബിയർ ലാംബർട്ട് ലോയിൽ നിന്ന് എപ്പോഴാണ് ഡീവിയേഷൻ ഉണ്ടാകുന്നത്? എപ്പോഴാണ്? കോൺസെൻട്രേഷൻ കൂടുമ്പോഴും കെമിക്കൽ ഇന്ററാക്ഷൻ വരുമ്പോഴും. ഓക്കെ, കെമിക്കൽ ഇന്ററാക്ഷൻ വരുമ്പോഴും കോൺസെൻട്രേഷൻ കൂടുന്ന സമയത്തും ബിയർ ലാംബർട്ട് ലോ എന്ന് പറയുന്നത് ഡീവിയേഷൻ ഉണ്ടാകും സാധാരണ കേസിൽ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യു വി സ്പെക്ട്രോസ്കോപ്പി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു യു വി സ്പെക്ട്രോസ്കോപ്പിയിൽ പൈ ട്രാൻസിഷൻ എവിടെയാണ്, ഏത് കോമ്പൗണ്ടിനാണ് നടക്കുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ ഈ ഒരു ഓപ്ഷൻസിൽ ഈ ഒരു ട്രാൻസിഷൻ നടക്കുന്നത് ആൽക്കെയിൻസിലും നടക്കുന്നുണ്ട്, അറോമാറ്റിക് കോമ്പൗണ്ട്സിലും നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് യു വി സ്പെക്ട്രോസ്കോപ്പി എന്ന് തന്നതുകൊണ്ട് ആൻസർ വരിക അറോമാറ്റിക് കോമ്പൗണ്ട് ആണ്. അപ്പൊ എന്താണ് ഈ ഒരു പൈ ട്രാൻസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഞാൻ ഈ ഒരു ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു യു വി സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇൻകമിങ് ലൈറ്റിന് ഒരു മൊമെന്ററി ചേഞ്ച് ഉണ്ടായിരിക്കണം. അതായത് അവയിലുള്ള ഇലക്ട്രോൺസിന് ഒരു ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഉണ്ടാകണം. അതാണ് മെയിൻ ആയിട്ട് ഈ ഒരു യു വി സ്പെക്ട്രോസ്കോപ്പിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ് നല്ല ആ ഒരു ക്വാണ്ടിഫിക്കേഷൻ മെത്തേഡ്സ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം യു വി സ്പെക്ട്രോസ്കോപ്പിയിൽ അറോമാറ്റിക് കോമ്പൗണ്ട്സ്, ബെൻസീൻ പോലെയുള്ള അറോമാറ്റിക് കോമ്പൗണ്ട്സ് ആണ് ട്രാൻസിഷൻ നടക്കുന്നത്. സോ അതേപോലെ തന്നെ മറ്റൊരു ട്രാൻസിഷൻ ആണ് N-pi transition are commonly observed in N-pi transition നടക്കുന്നത് ഇതിൽ ഏതിലാണ് എന്നാണ്? കാർബോണിൽ കോമ്പൗണ്ട്സ്, ആൽക്കഹോൾസ്, ആൽക്കെയിൻസ്, മെറ്റൽസ്. ആൻസർ എന്ന് പറയുന്നത് കാർബോണൈൽ കോമ്പൗണ്ട്സിനാണ്. അപ്പം വളരെ ചുരുക്കിയിട്ട് പറഞ്ഞത് ഞാൻ എൻ്റെ ക്ലാസ്സിൽ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. ഈ ഒരു N-to-pi ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു നോൺ ബോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോൺ, N എന്ന് പറയുന്നത് നോൺ ബോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോൺ ആണ്, പൈ എന്ന് പറയുന്നത് ഒരു ആന്റി ബോണ്ടിങ് ആയിട്ടുള്ള ഓർബിറ്റൽ ആണ്. ഓക്കെ, ഒരു നോൺ ബോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രോണിൽ നിന്ന് ഒരു ആന്റി ബോണ്ടിങ് ആയിട്ടുള്ള പൈ ഓർബിറ്റലിലോട്ടുള്ള ഇലക്ട്രോണിന്റെ ട്രാൻസിഷനെയാണ് N-to-pi ട്രാൻസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് അടുത്ത ക്വസ്റ്റ്യൻ. ദെൻ 11 ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇൻഫ്രാറെഡിൽ ആ ഒരു അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ എന്ത് ആവശ്യമാണ്? ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ്, ചേഞ്ച് ഇൻ മാസ് ഓൺലി, ന്യൂക്ലിയർ ഇൻസ്റ്റെബിലിറ്റി, ഇലക്ട്രോൺ എമിഷൻ. ആൻസർ എന്താണ്? ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് തന്നെയാണ്. ഓക്കെ, യു വിയുടെ അകത്തും ഇൻഫ്രാറെഡിലും ഡൈപോൾ മൊമെന്റ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, symmetric molecules like O2 and are infrared inactive because. എന്തുകൊണ്ടാണ് സിമെട്രിക് ആയിട്ടുള്ള മോളിക്യൂൾസ്, O2 പോലെയുള്ള സിമെട്രിക് ആയിട്ടുള്ള മോളിക്യൂൾസ് ഇൻഫ്രാറെഡ് ഇനാക്റ്റീവ് ആണ് എന്ന് പറയുന്നത്? അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ലാതെ തന്നെ അത് പറയാൻ പറ്റുമല്ലോ. സിമെട്രിക് ആയിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ടാകുമ്പോൾ അവിടെ എന്ത് ഉണ്ടാവില്ല? ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് ഉണ്ടാവോ? ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് ഉണ്ടാവില്ല. They do not produce a change in the net dipole moment when they vibrate. Okay, അപ്പൊ ഇവിടെ ഏതായിരിക്കും? They are too small. അല്ല, no change in the dipole moment during vibration. Okay, അപ്പൊ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആൻസർ ബി ആണ്. The next question, the fingerprint region in IR spectroscopy lies between. ഇതും ഞാൻ എൻ്റെ ക്ലാസ്സിൽ എന്താ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ ആൻസർ വരുന്നത് 1500 മുതൽ 400 സിബാർ എം ആണ്. ഓക്കെ, അതാണ് അവയുടെ ഫിംഗർ പ്രിന്റ് റീജിയണിലുള്ള ആ ഒരു
range. The next question, UV spectroscopy is less informative than infrared because എന്തുകൊണ്ടാണ് UV IR-നേക്കാളും less informative ആണ് എന്ന് പറയുന്നത്? ഒന്നാമത്തത്, it cannot detect vibration. It detects only electronic transition with the broad band. It uses electron. It measures heat. ആൻസർ ഏതാണ്? അത് ഇലക്ട്രോണിക് ട്രാൻസിഷൻ, ബ്രോഡ് ബാൻഡ്സ് ഉള്ള ഇലക്ട്രോണിക് ട്രാൻസിഷനെ മാത്രമേ UV സ്പെക്ട്രോസ്കോപ്പിക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഓക്കെ. Okay, next question. Chromophores are responsible for. Chromo എന്ന് പറയുന്നത് കളർ എന്നുള്ള മീനിങ് അല്ലേ? അപ്പൊ ഒരു chromophore എന്തിനാണ് കാരണമാകുന്നത്? IR-ന്റെ അബ്സോർപ്ഷൻ ആണോ, UV വിസിബിളിന്റെ അബ്സോർപ്ഷൻ ആണോ, എക്സ്റേ സ്കാറ്ററിംഗ് ആണോ, ഇലക്ട്രോൺ എമിഷൻ ആണോ? നമ്മൾ കളർ എന്ന് പറയുമ്പോൾ വിസിബിൾ ലൈറ്റ് അല്ലേ, കുറെ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്സ് ഉള്ളത്. സോ ആൻസർ എന്ന് പറയുന്നത് UV വിസിബിൾ ആണ്. സോ 16-ാമത്തത് ബാത്തോക്രോമിക് ഷിഫ്റ്റ് ആണ്. ഞാൻ ഈ ഒരു പേര് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങൾ റെഡ് ഷിഫ്റ്റ് എന്നുള്ള ഒരു ഫിനോമിനൻ കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഈ ഒരു ബാത്തോക്രോമിക് ഷിഫ്റ്റിന്റെ മറ്റൊരു പേരാണ് കേട്ടോ റെഡ് ഷിഫ്റ്റ്. അപ്പൊ ആ ഒരു റെഡ് ഷിഫ്റ്റ് എന്താണ് മീൻ ചെയ്യുന്നത്? ഷിഫ്റ്റ് ടു ലോവർ വേവ് ലെങ്ത് ആണോ, ഷിഫ്റ്റ് ടു ഹയർ വേവ് ലെങ്ത് ആണോ, നോ ചേഞ്ച് ഇൻ സ്പെക്ട്രം ആണോ, ലോസ് ഓഫ് ഇന്റൻസിറ്റി ആണോ? ഇത് ആക്ച്വലി കാണുന്നത് UV സ്പെക്ട്രോസ്കോപ്പിയിലാണ് കേട്ടോ. UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ അബ്സോർപ്ഷൻ മാക്സിമം ആവുമ്പോൾ ഒരു സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? ലോങ്ങർ വേവ് ലെങ്ത്തിലോട്ട് അല്ലെങ്കിൽ ഹയർ വേവ് ലെങ്ത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അബ്സോർപ്ഷൻ മാക്സിമം ആവുമ്പോൾ ഒരു സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? അവയുടെ ലോങ്ങർ വേവ് ലെങ്ത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. UV വിസിലാണ് നടക്കുന്നത്. അതിന്റെ മറ്റൊരു പേരാണ് ബാത്തോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ബ്ലൂ ഷിഫ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ആണ് ഹിപ്സോക്രോമിക് ഷിഫ്റ്റ് മീൻസ്. ഓക്കെ, അടുത്തൊരു ഷിഫ്റ്റ് ആണ് ഹിപ്സോക്രോമിക് ഷിഫ്റ്റ്. ഷിഫ്റ്റ് ടു ലോങ്ങർ വേവ് ലെങ്ത് ആണോ? അല്ല, ഷിഫ്റ്റ് ടു ലോങ്ങർ വേവ് ലെങ്ത് ഏതാണ്? റെഡ് ഷിഫ്റ്റ് ആണ്, ബാത്തോക്രോമിക് ആണ്. ഷിഫ്റ്റ് ടു ഷോർട്ടർ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഏതാണ്? ഹിപ്സോക്രോമിക് ആണ്. ഓക്കെ, ഷിഫ്റ്റ് ടു ഷോർട്ടർ വേവ് ലെങ്ത് ആണ് ഹിപ്സോക്രോമിക്, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ബ്ലൂ ഷിഫ്റ്റ്. ഓക്കെ, ബാത്തോക്രോമിക് റെഡ് ഷിഫ്റ്റ്, ഹിപ്സോക്രോമിക് ബ്ലൂ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ സ്പെക്ട്രോസ്കോപ്പി ഇന്റൻസിറ്റി ഓഫ് അബ്സോർപ്ഷന്റെ ഇന്റൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് സൊല്യൂഷന്റെ കളർ, ട്രാൻസിഷൻ പ്രോബബിലിറ്റി, ടെമ്പറേച്ചർ ഓൺലി, പ്രഷർ ഓൺലി. ആൻസർ ഏതാണ്? ട്രാൻസിഷൻ പ്രോബബിലിറ്റി ആണ്. ഒക്കെ ഒരു സബ്സ്റ്റൻസിന്റെ ട്രാൻസിഷൻ പ്രോബബിലിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു സബ്സ്റ്റൻസിന്റെ അബ്സോർപ്ഷൻ ഇരിക്കുന്നത്. നെക്സ്റ്റ്, റാമൻ സ്പെക്ട്രോസ്കോപ്പി. നമ്മൾ ഈ ഒരു ഇൻഫ്രാറെഡ് പോലെയുള്ള സ്പെക്ട്രോസ്കോപ്പി ഒക്കെ പഠിച്ചിട്ടില്ലേ? അപ്പൊ അതേപോലെ തന്നെ ഒരു മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക് ആണ് കേട്ടോ റാമൻ സ്പെക്ട്രോസ്കോപ്പി. റാമൻ ഇഫക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു സ്പെക്ട്രോസ്കോപ്പി. നമ്മൾ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി ഒക്കെ അബ്സോർപ്ഷൻ ആണ്, ലൈറ്റിന്റെ അബ്സോർപ്ഷനെ ബേസ് ചെയ്തിട്ടാണല്ലോ മെഷർ ചെയ്യുന്നത്. പക്ഷേങ്കിൽ റാമൻ സ്പെക്ട്രോസ്കോപ്പി മെയിൻ ആയിട്ട് അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് അല്ല, എമിഷൻ ഓഫ് ഇലക്ട്രോൺ അല്ല, ഹീറ്റ് റേഡിയേഷൻ അല്ല, ലൈറ്റിന്റെ സ്കാറ്ററിങ്, ഇൻഇലാസ്റ്റിക് സ്കാറ്ററിങ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ള സ്കാറ്ററിങ്ങിനെയാണ് നമ്മൾ റാമൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ വരുന്നത് ബി ആണ് കേട്ടോ. നെക്സ്റ്റ്, 20-ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കോംപ്ലിമെന്ററി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഫ്രാറെഡ് ആൻഡ് റാമൻ സ്പെക്ട്രോസ്കോപ്പി ഡിപ്പെൻഡ്സ് ഓൺ മാസ് ചേഞ്ച്, ഡൈപോൾ മൊമെന്റ് വെർസസ് പോളറൈസബിലിറ്റി ചേഞ്ച്, ടെമ്പറേച്ചർ ചേഞ്ച്, പ്രഷർ ചേഞ്ച്. ആൻസർ ഡൈപോൾ മൊമെന്റ് ആണ്. നമ്മൾ ഇൻഫ്രാറെഡ് എന്ന് പറയുമ്പോൾ ഡൈപോൾ മൊമെന്റ് ആണ് അല്ലെ. നെക്സ്റ്റ് വരുന്നതാണ് പോളറൈസബിലിറ്റി ചേഞ്ച്. അതായത് പോളറൈസബിലിറ്റി ചേഞ്ച് എന്ന് പറയുന്നത് റാമൻ സ്പെക്ട്രോസ്കോപ്പിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു മോളിക്യൂളിന്റെ ഇലക്ട്രോൺ ക്ലൗഡ് എങ്ങനെയാണ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ ഡിസോർട്ട് ചെയ്യുന്നത് എന്നുള്ളതിന് ബേസ്, സ്കാറ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ്. സോ ഇത്രയാണ്. ഇത് മാത്രമല്ല, ഇന്നും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അടുത്ത ഓരോ മൊഡ്യൂൾസിന്റെയും അടുത്ത പാർട്ടുകളായിട്ട് റിവ്യൂസ് എക്സാം കഴിയുന്നത് വരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കാം. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ ഒന്ന് അറിയിക്കുക. ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി HSST അല്ലെങ്കിൽ സെറ്റ് ബോട്ടണി എഴുതുന്ന ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.